ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസുകളാണ്. ഫസ്റ്റ് പോയിന്റ്, അതിഥികൾ എത്തുന്നതിന് മുമ്പ് അവൾ ഭക്ഷണം പാചകം ചെയ്തായിരുന്നു. അപ്പം ഇത് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം എന്താ, കഴിഞ്ഞുപോയ ഒരു കാര്യത്തിന് മുമ്പ് നടന്ന വേറൊരു കാര്യത്തിനെയാണ് ഇത് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസിന് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് എന്ന് പറയാം. അപ്പം ഇത് നമുക്ക് എങ്ങനെ എഴുതാം? അതിഥികൾ എന്ന് വെച്ചാൽ ഗസ്റ്റ്സ്. അതിഥി എന്ന് പറഞ്ഞാൽ ഗസ്റ്റ്. അതിഥികൾ, ഗസ്റ്റ്സ്. നമ്മൾ ഗസ്റ്റിൻ്റെ കൂടെ എസ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഗസ്റ്റ്സ്. അപ്പം അവൾ അല്ലെങ്കിൽ എത്തുന്നതിന് മുമ്പ്. അപ്പം അതിഥികൾ എത്തുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഫോർ. അവൾ ഭക്ഷണം പാചകം ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ഭക്ഷണം, ഫുഡ്. പാചകം ചെയ്യുക, കുക്ക്. പിന്നെന്താ? അതിഥികൾ എത്തുന്നതിന് മുമ്പ് അവൾ ഭക്ഷണം പാചകം ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഷീ, അവൾ. അപ്പം നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നു. അപ്പം എപ്പോഴും ഓർത്തിരിക്കുക, ഇങ്ങനത്തെ സെൻറ്റൻസ് കണ്ടാൽ, ഒരു പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് കണ്ടാൽ നമുക്ക് ഹാഡ് യൂസ് ചെയ്തിട്ട് എഴുതാം. ഷീ ഹാഡ്. പിന്നെ നമ്മൾ കുക്കിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി, കുക്ക്ഡ്. നമ്മൾ ഇഡ് യൂസ് ചെയ്ത് കുക്കിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി. കുക്ക്ഡ് ഫുഡ് ബിഫോർ ദ ഗസ്റ്റ്സ്, അതിഥികൾ. എങ്ങനെയാ? അറൈവ് എന്ന് പറഞ്ഞാൽ എന്താ? വരുന്നതിന് മുമ്പ്. അപ്പോൾ അറൈവിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി അറൈവ്ഡ് ആക്കി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ രണ്ട് സെൻറ്റൻസ് ഉണ്ട്. ഒരെണ്ണം ഷീ ഹാഡ് കുക്ക് ദ ഫുഡ്, അതൊരു സെൻറ്റൻസ്. പിന്നെ ദ ഗസ്റ്റ്സ് അറൈവ്ഡ്, ഇത് രണ്ടാമത്തെ സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ ഷീ ഹാഡ് കുക്ക് ദ ഫുഡിൽ ഷീ ആണ് സബ്ജക്റ്റ്. ഞാനിവിടെ എഴുതാം, ഷീ ആണ് സബ്ജക്റ്റ്. പിന്നെ നമ്മൾ ഹാഡ് യൂസ് ചെയ്തു, നമ്മൾ കുക്കാണ് വെർബ്. ഈ കുക്കിൻ്റെ തേർഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, വെർബിൻ്റെ തേർഡ് ഫോം. ഇപ്പോൾ V3 എന്ന് ഞാനിവിടെ ബ്രാക്കറ്റിൽ V3 എന്ന് എഴുതാം. അപ്പോൾ വെർബിൻ്റെ തേർഡ് ഫോമാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ദ നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് ദ ഗസ്റ്റ്സ് അറൈവ്ഡ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഗസ്റ്റ്സ്, ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇവിടെ നമ്മൾ വെർബ് എന്ന് പറഞ്ഞാൽ അറൈവ് ആണ് വെർബ്. അപ്പം ഇവിടെ വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അറൈവ് എന്ന് പറഞ്ഞാൽ അറൈവിൻ്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഒന്നാണ്, അറൈവ്ഡ് എന്ന് തന്നെയാണ്. അപ്പം നമ്മൾ അറൈവ്ഡ് ആക്കി. അപ്പം ഓർത്തിരിക്കുക, നമ്മൾ ഇങ്ങനെ ഒരു പ്രസൻറ്റ് അല്ല പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. നമുക്കെങ്ങനെയാണ്? ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ്, നിങ്ങൾക്ക് കാണാമല്ലോ, നമ്മൾ വെർബിൻ്റെ തേർഡ് ഫോം എഴുതി, കുക്ക്ഡ്. അപ്പം നമ്മൾ ഈ സബ്ജക്റ്റും വെർബും ഒക്കെ പറഞ്ഞ് നമുക്ക് എല്ലാം കൂടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്ക് അങ്ങനെ ഓർത്തിരിക്കേണ്ട. നമ്മൾ ഓർത്തിരിക്കുക, നമുക്ക് ഹാഡ് യൂസ് ചെയ്തിട്ട് എഴുതാം. പിന്നെ നമ്മൾ വെർബിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കുക. ജസ്റ്റ് ഇങ്ങനൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പം അതിഥികൾ എത്തുന്നതിന് മുമ്പ് അവൾ ഭക്ഷണം പാചകം ചെയ്തായിരുന്നു. ഷീ ഹാഡ് കുക്ക്ഡ് ഫുഡ് ബിഫോർ ദ ഗസ്റ്റ്സ് അറൈവ്ഡ്. അപ്പം സബ്ജക്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഷീ ആണ് ഇവിടുത്തെ, ഈ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഷീ, ഇവിടുത്തെ സബ്ജക്റ്റ് ദ ഗസ്റ്റ്സ്. പിന്നെ നമ്മൾ എന്താ മാറ്റി? വെർബിനെ നമ്മൾ ചേഞ്ച് ചെയ്തു, കുക്കിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. പിന്നെ അറൈവിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ ഇത്രയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഡോക്ടർ എത്തുന്നതിന് മുമ്പ് കുഞ്ഞ് ഉറങ്ങിയായിരുന്നു. അപ്പം ഇതും ഒരു പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലെല്ലാം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഡോക്ടർ എത്തുന്നതിന് മുമ്പ്. അപ്പം ഒരു കാര്യം, കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പോൾ അതിനു മുമ്പ് നടന്നൊരു കാര്യമാണ്, കുഞ്ഞ് ഉറങ്ങിയായിരുന്നു. ഡോക്ടർ എത്തുന്നതിന് മുമ്പ് കുഞ്ഞ് ഉറങ്ങിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു നേരത്തെ. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം ഡോക്ടർ എത്തുന്നതിന് മുമ്പ് കുഞ്ഞ് ഉറങ്ങിയായിരുന്നു. ദ ബേബി നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നു, ദ ബേബി ഹാഡ്. അപ്പം നമ്മൾ സ്ലീപ്പിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം, സ്ലെപ്റ്റ്. ദ ബേബി ഹാഡ് സ്ലെപ്റ്റ്. അപ്പം വെർബിൻ്റെ തേർഡ് ഫോമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. നമുക്ക് അത് നമ്മൾ പറയുന്നില്ല. സ്ലീപ്പിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി, സ്ലെപ്റ്റ് ആക്കി. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ എളുപ്പം കിട്ടും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ദ ബേബി ഹാഡ് സ്ലെപ്റ്റ് എപ്പോഴാ? ബിഫോർ എന്ന് വെച്ചാൽ മുമ്പ്, ഡോക്ടർ വരുന്നതിന് മുമ്പ്. ബിഫോർ ദ ഡോക്ടർ വരിക എന്ന് വെച്ചാൽ എന്താ? അറൈവ്. അപ്പം നമ്മൾ ഇവിടെയും അറൈവിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി അറൈവ്ഡ് എന്നാക്കി. ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. But baby had slept before the doctor arrived.
ഡോക്ടർ എത്തുന്നതിന് മുമ്പ് കുഞ്ഞ് ഉറങ്ങിയായിരുന്നു. ദ ബേബി ഹാഡ് സ്ലെപ്റ്റ് ബിഫോർ ദ ഡോക്ടർ അറൈവ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ദ ബേബിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ദ ബേബി ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ നമ്മളിവിടെ ഹാഡ് യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഇത് 2 സെൻറ്റൻസിൽ കണക്ട് ചെയ്യുന്ന സെൻറ്റൻസ് ആണെന്ന്. അപ്പം ഇവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റാണ് ഞാൻ പറയുന്നത്. അപ്പം ദ ബേബിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇപ്പം നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ സ്ലീപ്പ്. ഇപ്പം ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പാണ് വെർബ്. അപ്പോൾ ആ സ്ലീപ്പിൻ്റെ തേർഡ് ഫോമിലോട്ടാണ് എഴുതിയേക്കുന്നത്. വെർബിൻ്റെ തേർഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പം നമ്മൾ സ്ലീപ്പിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി, സ്ലെപ്റ്റ്. ഇപ്പോൾ തേർഡ് ഫോം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? ഞാൻ ഒന്നും കൂടെ പറയാം. ഇപ്പോൾ സ്ലീപ്പിൻ്റെ ഇപ്പോൾ ഗോ ആണെങ്കിൽ ഗോയ്ക്ക് 3 ഫോമുണ്ട്. എന്തൊക്കെയാണ്? ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ അതുപോലെ ഇപ്പോൾ സ്ലീപ്പ്, സ്ലെപ്റ്റ്. ചിലതിന് സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലീപ്പിനെ സ്ലെപ്റ്റ് ആക്കി, പാസ്റ്റ് ഫോമിലോട്ടാക്കി. വെർബിൻ്റെ തേർഡ് ഫോം, വെർബ് V3 എന്ന് എഴുതാം. വെർബിൻ്റെ തേർഡ് ഫോം എന്നാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചിലവർക്ക് പാടായിരിക്കും വെർബിൻ്റെ തേർഡ് ഫോം ആക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുന്നതിലും എളുപ്പം നമ്മൾ സ്ലീപ്പിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി, സ്ലെപ്റ്റ് ആക്കി, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ബിഫോർ ദ ഡോക്ടർ അറൈവ്. അപ്പോൾ അറൈവിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി, അറൈവ്ഡ് എന്നാക്കി. അപ്പോൾ എങ്ങനെയാണ്? ഡോക്ടർ എത്തുന്നതിന് മുമ്പ് കുഞ്ഞ് ഉറങ്ങിയായിരുന്നു. ദ ബേബി ഹാഡ് സ്ലെപ്റ്റ് ബിഫോർ ദ ഡോക്ടർ അറൈവ്ഡ്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ ഓർത്തിരിക്കുക, ഹാഡ് യൂസ് ചെയ്ത് നമുക്ക് എഴുതാം. ഹാഡ് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ വെർബിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം. ജസ്റ്റ് ഇത്ര ഓർത്തിച്ചിട്ട് നമുക്ക് പറയാനും എഴുതാനും നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, വില കൂടുന്നതിന് മുമ്പ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പം നമുക്കിവിടെ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. വി എന്ന് വെച്ചാൽ എന്താ? ഞങ്ങൾ. അപ്പം ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പം നമുക്ക് പറയാം ഹാഡ് ബുക്ക്ഡ്. നമ്മളിവിടെ ഹാഡ് യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ബുക്കിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കണം. ബുക്കിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കുന്നത് ഇങ്ങനെ ED യൂസ് ചെയ്തു. അപ്പോൾ ബുക്ക്ഡായി. വി ഹാഡ് ബുക്ക്ഡ് ദ ടിക്കറ്റ്സ്. കുറേ ടിക്കറ്റുകളുണ്ട്. അപ്പോൾ ടിക്കറ്റ്സ്, വി ഹാഡ് ബുക്ക്ഡ് ദ ടിക്കറ്റ്സ്. എപ്പോഴാ? ബിഫോർ, മുമ്പ്. എന്തിൻ്റെ മുമ്പാ? വില കൂടുന്നതിന് മുമ്പ്. ബിഫോർ ദ വില, പ്രൈസ്. ബിഫോർ ദ പ്രൈസ് ഇൻക്രീസ്ഡ്. അപ്പം ഇൻക്രീസിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതണം. INCREASED എഴുതണം. ഇൻക്രീസ്ഡ്. കാര്യം നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കിയാണ് എഴുതേണ്ടത്. ഇത് രണ്ടും കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. അപ്പം നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി ഇൻക്രീസിനെ എഴുതി, ഇൻക്രീസ്ഡ് എന്നാക്കി. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? വില കൂടുന്നതിന് മുമ്പ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. വി ഹാഡ് ബുക്ക് ദ ടിക്കറ്റ്സ് ബിഫോർ ദ പ്രൈസ് ഇൻക്രീസ്ഡ്. വില കൂടുന്നതിന് മുമ്പ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, കമ്പ്യൂട്ടർ തകരുന്നതിന് മുമ്പ് ഞാൻ ഫയൽ സേവ് ചെയ്തിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലും ഇത് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണെന്ന്. കാര്യം നമ്മൾ അതാണ് പഠിക്കണേ ഇവിടെ ഇന്നത്തെ ടോപ്പിക്കിൽ. അപ്പം ഇവിടെ എങ്ങനെയാണ്? കമ്പ്യൂട്ടർ തകരുന്നതിന് മുമ്പ് വേറൊരു സംഭവം നടന്നു. ഞാൻ ഫയൽ സേവ് ചെയ്തിരുന്നു. കമ്പ്യൂട്ടർ തകരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഫയൽ സേവ് ചെയ്തിരുന്നു. അപ്പം ഇവിടെ ഓൾറെഡി ഇത് രണ്ടും പാസ്റ്റ് ടെൻസ് ആണ്, രണ്ടും കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷേ കമ്പ്യൂട്ടർ തകരുന്നതിന് മുമ്പ്, അതിനും മുമ്പ് വേറൊരു കാര്യവും നടന്നു. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ഓർത്തിരിക്കുക, ഇങ്ങനൊരു സെൻറ്റൻസ് കാണുമ്പോൾ നമ്മളൊക്കെ എങ്ങനെ എഴുതാമെന്ന്. അപ്പം നമുക്ക് എങ്ങനെ ഇവിടെ എഴുതാൻ നോക്കാം. ഐ ഹാഡ്, നമ്മൾ ഹാഡ് യൂസ് ചെയ്തു. ഐ ഹാഡ് സേവിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി, സേവ്ഡ് ആക്കി, ഡി ചേർത്തിട്ട് പാസ്റ്റ് ഫോമിലോട്ടാക്കി. ഐ ഹാഡ് സേവ് ദ ഫയൽ. ഞാൻ ഫയൽ സേവ് ചെയ്തിരുന്നു. ഐ ഹാഡ് സേവ് ദ ഫയൽ. എപ്പോഴാ? ബിഫോർ, മുമ്പ്. ബിഫോർ എന്ന് വെച്ചാൽ മുമ്പ്. ബിഫോർ ദ കമ്പ്യൂട്ടർ തകരുന്നതിന് മുമ്പ്. ബിഫോർ ദ കമ്പ്യൂട്ടർ ക്രാഷ് എന്ന് വെച്ചാൽ എന്താ? തകരുക. അപ്പം ക്രാഷിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി, ക്രാഷ്ഡ് എന്നാക്കി. അപ്പം ബിഫോർ ദ കമ്പ്യൂട്ടർ ക്രാഷ്ഡ്. അപ്പം ഐ ഹാഡ് സേവ് ദ ഫയൽ ബിഫോർ ദ കമ്പ്യൂട്ടർ ക്രാഷ്ഡ്. അപ്പം നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് എന്തൊക്കെയാണ്? സേവിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി, സേവ്ഡ് ആക്കി. പിന്നെ ക്രാഷിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി, ക്രാഷ്ഡ് ആക്കി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് മനസ്സിലായല്ലോ. നമ്മൾ സബ്ജക്റ്റാണ് ഐ. പിന്നെ നമ്മൾ ഹാഡ് യൂസ് ചെയ്തു.
അതിൻ്റെ കൂടെ നമ്മൾ സേവിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി സേവ്ഡ്. പിന്നെ ഐ ഹാഡ് സേവ്ഡ് ദ ഫയൽ. പിന്നെ നമ്മൾ ബിഫോർ എഴുതുക. ബിഫോർ ദ കമ്പ്യൂട്ടർ ക്രാഷ്ഡ്. കമ്പ്യൂട്ടർ തകരുന്നതിന് മുമ്പ്. അപ്പം ഇവിടുത്തെ ഐ എന്ന് പറയുന്നത് ഇവിടെ 2 സെൻറ്റൻസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഐ ഹാഡ് സേവ്ഡ് ദ ഫയൽ ഒരു സെൻറ്റൻസ്, ദ കമ്പ്യൂട്ടർ ക്രാഷ്ഡ് വേറൊരു സെൻറ്റൻസ്. അപ്പം ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഐ ആണ് സബ്ജക്റ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ഹാഡ് യൂസ് ചെയ്തു. ഇപ്പോൾ വെർബ് സേവ് ആണ് വെർബ്. നമ്മൾ സേവിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി. പിന്നെന്താ, പിന്നെ നെക്സ്റ്റ് സെൻറ്റൻസ് ദ കമ്പ്യൂട്ടർ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ ക്രാഷ്. ക്രാഷിനെ ആണ് വെർബ്. ക്രാഷിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി ക്രാഷ്ഡ് ആക്കി. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ എഴുതിയത്. ഐ ഹാഡ് സേവ്ഡ് ദ ഫയൽ ബിഫോർ ദ കമ്പ്യൂട്ടർ ക്രാഷ്ഡ്. കമ്പ്യൂട്ടർ തകരുന്നതിന് മുമ്പ് ഞാൻ ഫയൽ സേവ് ചെയ്തിരുന്നു. അപ്പോൾ ഓർക്കുക, ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സെൻറ്റൻസ് കാണുമ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാം. അവിടെ 2 സെൻറ്റൻസ് കണക്റ്റഡ് ആയിരിക്കും, രണ്ടും കഴിഞ്ഞു പോയ കാര്യമായിരിക്കും. പക്ഷേ ഒരു കാര്യം മറ്റേതിന് മുമ്പ് നടന്നൊരു സംഭവമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസ് എവിടെ കണ്ടാലും നമ്മൾ ഓർക്കുക, നമ്മൾ ഹാഡ് യൂസ് ചെയ്തിട്ട് എഴുതുക സബ്ജക്റ്റിൻ്റെ കൂടെ, പിന്നെ വെർബിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കുക. അപ്പോൾ ഇങ്ങനെ ഓർത്തിരുന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഇവിടെ കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.